എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേവസ്വം ബോർഡ് LDC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള ദേവസ്വം ബോർഡിലേക്ക് LD ക്ലർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഗുരുവായൂർ ദേവസ്ഥത്തിലേക്കുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് LD ക്ലർക്കിൻ്റെ നിയമനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ 36 ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in വഴിയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. പരീക്ഷയിലൂടെയാണ് നിയമനം വരുന്നത്. കാറ്റഗറി നമ്പർ 001/2025 ആണ്. തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് നിയമനം വരുന്നത്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 26,500 മുതൽ 60,700 വരെയാണ്. ഇനി യോഗ്യത വേണ്ടത് +2 ആണ്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ സ്കിൽസ് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. +2ഉം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒഴിവുകളുടെ എണ്ണം 36 ആണ്. നിയമനം നേരിട്ടുള്ള നിയമനമാണ്. ഇനി പ്രായപരിധി നോക്കാം. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ 1/1/2007 2/1/1989 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇത് കൂടാതെ SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC കാറ്റഗറി ആണെങ്കിൽ 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി പരീക്ഷ വഴിയാണ് നിയമനം. പരീക്ഷ ഫീസ് എത്രയാണെന്ന് നോക്കാം. SC കാറ്റഗറി ആണെങ്കിൽ 250 രൂപ, ST കാറ്റഗറി 250 രൂപ, OBC 500 രൂപ, ജനറൽ കാറ്റഗറി EWS കാറ്റഗറിയും 500 രൂപയാണ് പരീക്ഷാ ഫീസ് വരുന്നത്. നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി ആണ് തുക അടയ്ക്കേണ്ടത്. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. PSC പോലെയാണ് അപേക്ഷിക്കുന്നത്. വെബ്സൈറ്റ് വരുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in വഴിയാണ്. നിങ്ങൾ ആദ്യമേ ഈ സൈറ്റ് എടുക്കാം. എന്നിട്ട് അവിടെ അപ്ലൈ നൗ കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. പ്രൊഫൈലിലെ പ്രിൻ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉദ്യോഗാർത്ഥികൾക്ക് സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങളുടെ യൂസർ IDയൊക്കെ ഓർത്തു വെച്ചേക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 28 രാത്രി 12 മണി വരെയാണ്. അപ്പോൾ ഏപ്രിൽ 28 വരെ അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റ് മറക്കണ്ട. www.kdrb.kerala.gov.in ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേരള സർക്കാരിന് കീഴിൽ ദേവസ്വം ബോർഡിന് കീഴിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ LD ക്ലർക്കായിട്ട് ജോലി വേണ്ടവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 യോഗ്യത മാത്രം മതി. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.